വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി.ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി.ഫാം 8th സെമസ്റ്റർ സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് ഫാർമസിയിലെ ഇവാലുവേഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസെപ്റ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇവാലുവേഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത്. പബ്ലിക് ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സയൻസ് ആൻഡ് ആർട്ട് ഓഫ് പ്രിവെൻറ്റിംഗ് ഡിസീസ്, പ്രൊലോങ്ങിങ് ലൈഫ് ആൻഡ് ഇംപ്രൂവിങ് ക്വാളിറ്റി ഓഫ് ലൈഫ് ത്രൂ ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റി എഫേർട്സ്. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കോർ പബ്ലിക് ഹെൽത്ത് സ്കിൽ ആൻഡ് കീ റെസ്പോൺസിബിലിറ്റി. ഇത് മെയിനായിട്ടും അഡ്വക്കേസി, പോളിസി മേക്കിംഗ്, ലീഡർഷിപ്പിലൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. പബ്ലിക് ഹെൽത്ത് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിസർച്ചേഴ്സും പ്രാക്ടീഷണേഴ്സും എഡ്യൂക്കേറ്റേഴ്സും ഹെൽത്ത് പ്രോഗ്രാംസിൻ്റെയും ഇൻ്റർവെൻഷൻസിൻ്റെയും വാല്യൂ, ഇമ്പാക്റ്റ്, ഔട്ട്കം ഒക്കെ ആസസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് പബ്ലിക് ഹെൽത്ത് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് പ്രോഗ്രാംസിൻ്റെയും ഇൻ്റർവെൻഷൻ്റെയും വാല്യൂ, ഇമ്പാക്റ്റ്, ഔട്ട്കം ഒക്കെ ആസസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ചേഴ്സും പ്രാക്ടീഷണേഴ്സും എഡ്യൂക്കേറ്റേഴ്സും ഒക്കെ നടത്തുന്ന ഒരു പ്രോസസ്സാണ് പബ്ലിക് ഹെൽത്ത് ഇവാലുവേഷൻ. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ്നെസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, ക്വാളിറ്റി ആസസ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും, ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും, അക്കൗണ്ടബിലിറ്റി അതായത് ഫണ്ട്, റിസോഴ്സസിൻ്റെ ഒക്കെ റെസ്പോൺസിബിൾ യൂസസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, സസ്റ്റൈനബിലിറ്റി അതായത് വെദർ ആ ഇൻ്റർവെൻഷൻ കണ്ടിന്യൂ ചെയ്യണോ, മോഡിഫൈ ചെയ്യണോ, സ്റ്റോപ്പ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പബ്ലിക് ഹെൽത്ത് ഇവാലുവേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഇൻ ഹെൽത്ത് പ്രൊമോഷൻ. അപ്പോൾ ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ എന്തൊക്കെയാണ്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ, പ്രോസസ് ഇവാലുവേഷൻ, ഔട്ട്കം ഇവാലുവേഷൻ, ഇമ്പാക്റ്റ് ഇവാലുവേഷൻ, പെർഫോമൻസ് മോണിറ്ററിംഗ്, കോസ്റ്റ് ബെനിഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ. ഫസ്റ്റ് വൺ ആണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ്റെ സമയത്തോ പ്രോഗ്രാമിൻ്റെ സമയത്തോ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിൻ്റെയോ ലേണിംഗ് പ്രോസസ്സിനെ ഇവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇത് ടീച്ചേഴ്സിൻ്റെയും ലേണറിൻ്റെയും കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു അതിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ സക്സസും ഫെയിലിയറും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത്. ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് മെത്തേഡും ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഇൻസ്ട്രക്ഷൻ സമയത്തോ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ സമയത്തോ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റുഡൻസിൻ്റെയും പാർട്ടിസിപ്പൻസിൻ്റെയും ലേണിംഗ് അവിടെ മോണിറ്റർ ചെയ്യും, ടീച്ചറിനും ലേണർക്കും കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോസസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ ഒരു സബ് ടൈപ്പാണ് പ്രോസസ് ഇവാലുവേഷൻ. ഇത് പ്രോഗ്രാം ആക്ടിവിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്ന സർവീസസിൻ്റെ ടൈപ്പ്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി ഒക്കെ ആസസ് ചെയ്യുന്നുണ്ട്. റിസർച്ചേഴ്സ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ചെക്ക് വെദർ ആക്ടിവിറ്റീസ് ആർ ഇംപ്ലിമെൻറ്റഡ് ആസ് പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ചേഴ്സ് ആണ് പ്രോസസ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർലി ആൻഡ് എഫിഷ്യൻ്റ്ലി ആണ് ഈ ഒരു പ്രോഗ്രാം ഡെലിവർ ചെയ്യുന്നത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് പ്രോസസ് ഇവാലുവേഷൻ. അടുത്തത് ഔട്ട്കം ഇവാലുവേഷൻ ആണ്. പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഔട്ട്കം ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുക. ആ ഒരു പ്രോഗ്രാമിൻ്റെ ഔട്ട്കം എന്താണ് അല്ലെങ്കിൽ എഫക്റ്റ് എന്താണ് എന്നാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കണ്ടീഷനിലും ലൈഫിൻ്റെ ക്വാളിറ്റിയിലും പാർട്ടിസിപ്പൻസിൻ്റെ ബിഹേവിയറിലൊക്കെയുള്ള ചേഞ്ചസിനെയാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുക. മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം അതിൻ്റെ ഇൻറ്റൻറ്റഡ് ഹെൽത്ത് ബെനിഫിറ്റ്സിനോട് കൂടി തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ, പ്രോസസ് ഇവാലുവേഷൻ, ഔട്ട്കം ഇവാലുവേഷൻ. അടുത്തത് ഇമ്പാക്റ്റ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസിന് ആ ഒരു പ്രോഗ്രാമിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് എന്ന് ആസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രോഗ്രസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻ്റർമീഡിയറ്റ് ഔട്ട്കമ്മിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവെയർനെസ്, നോളേജ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, സ്കിൽസ് ഓഫ് പാർട്ടിസിപ്പൻസ് ഒക്കെയാണ് ഇവിടെ മെഷർ ചെയ്യുക. മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാം ആക്ച്വലി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇമ്പാക്റ്റ് ഇവാലുവേഷൻ. അടുത്തത് പെർഫോമൻസ് മോണിറ്ററിംഗ് ആണ്. ത്രൂ ഔട്ട് ദ പ്രോഗ്രാമാണ് ഈ ഒരു ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. പെർഫോമൻസ് മോണിറ്ററിംഗ്
ബേസ് ലൈനിലും കീ മൈൽ സ്റ്റോൺസിലൊക്കെ ഡാറ്റ കളക്ഷനാണ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള റിയൽ ടൈം ഫീഡ്ബാക്ക് ഒരു പ്രോഗ്രാം പ്രോഗ്രസ്സിൽ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസൊക്കെ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്, ടൈംലി കറക്ഷൻസ് ഒക്കെ അലൗ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പെർഫോമൻസ് മോണിറ്ററിങ്ങിൻ്റെ ഗോള്. അടുത്തത് കോസ്റ്റ് ബെനിഫിറ്റ് ഓർ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ ആണ്. പ്രോഗ്രാമിൻ്റെ എക്കണോമിക് എഫിഷ്യൻസിയാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുക. പ്രോഗ്രാം കോസ്റ്റും അതിൻ്റെ ഔട്ട്കം തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഇഫ് നമുക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് ആ ഒരു എക്സ്പെൻസസിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സ് അലോക്കേഷന് വേണ്ടിയിട്ടുള്ള പോളിസി മേക്കേഴ്സിനെ അവിടെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ: ഫോർമേറ്റീവ് ഇവാലുവേഷൻ, പ്രോസസ് ഇവാലുവേഷൻ, ഔട്ട്കം ഇവാലുവേഷൻ, ഇമ്പാക്റ്റ് ഇവാലുവേഷൻ, പെർഫോമൻസ് മോണിറ്ററിംഗ്, കോസ്റ്റ് ബെനിഫിറ്റ് ഓർ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ. പ്രോഗ്രാം ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റമാറ്റിക് അസസ്മെൻറ്റ്, കളക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് ഹെൽത്ത് ഓഫ് പബ്ലിക് ഓർ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി. ഒരു കൺട്രിയിലെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൻ്റെ ഹെൽത്തിൻ്റെ സിസ്റ്റമാറ്റിക് അസസ്മെൻറ്റ്, കളക്ഷൻ, സ്റ്റോറേജ് ഓഫ് ഇൻഫോർമേഷനെയാണ് പ്രോഗ്രാം ഇവാലുവേഷൻ എന്ന് പറയുക. പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസിൻ്റെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും ഇമ്പാക്റ്റൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാം ഇവാലുവേഷൻ നമ്മൾ ചെയ്യുന്നത്. ഈ പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസിലുള്ള ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഇവാലുവേഷൻ, ഔട്ട്കം ഇവാലുവേഷൻ, ഇമ്പാക്റ്റ് ഇവാലുവേഷൻ. എഫക്റ്റീവ് പ്രോഗ്രാം ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇവാലുവേഷൻ എക്സ്പേർട്സിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ പബ്ലിക് ഹെൽത്ത് ഇവാലുവേഷൻ മെത്തേഡ്സിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യലിസ്റ്റും പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാം മാനേജേഴ്സ്, സ്റ്റാഫ്സ് ഒക്കെ റിക്വയർഡ് ആണ്. സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഒഫീഷ്യൽസ് റിക്വയർഡ് ആണ്. പബ്ലിക് ഹെൽത്ത് ഓർഗനൈസേഷൻ റെപ്രസെൻറ്റേറ്റീവ്സും ടീച്ചേഴ്സും വേണം. കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസർച്ചേഴ്സ് വേണം. CDC സ്റ്റാഫ് വേണം. ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ്സിനോട് അഡ്ഹറൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് എഫക്റ്റീവ് പ്രോഗ്രാം ഇവാലുവേഷൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. പ്രോസസ് ഇവാലുവേഷൻ, ഔട്ട്കം ഇവാലുവേഷൻ, ഇമ്പാക്റ്റ് ഇവാലുവേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് പബ്ലിക് ഹെൽത്ത് ഇവാലുവേഷൻ. അതിൽ നമുക്ക് മെയിനായിട്ട് 3 പോയിന്റ് പഠിക്കാനുള്ളത്: പ്ലോസിബിലിറ്റി, പ്രോബബിലിറ്റി, അഡിക്കസി. പ്ലോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപ്പോസ്ഡ് ഇൻ്റർവെൻഷൻ എക്സിസ്റ്റിംഗ് നോളേജോ തിയറിയോ എവിഡൻസോ ആയിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലോസിബിലിറ്റി. വെരിഫൈസ് ഇഫ് എ പ്രോഗ്രാം അച്ചീവ്ഡ് ഇറ്റ്സ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്. അതായത് ഒരു പ്രോഗ്രാം അതിൻ്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ അച്ചീവ് ചെയ്തോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഗ്രൂപ്പ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വെദർ അവിടെ ഒബ്സർവ്ഡ് ചേഞ്ചസ് ഇൻ്റർവെൻഷൻ കാരണമാണോ എന്ന് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ അസസ്മെൻറ്റ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം ടൈമിലാണ് അസസ്മെൻറ്റ് ചെയ്യുക. അടുത്തത് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? എസ്റ്റിമേറ്റ് ദ ലൈക്ലിഹുഡ് ദാറ്റ് ദ ഇൻ്റർവെൻഷൻ വിൽ അച്ചീവ് ഡിസൈഡ് ഔട്ട്കം. പർപ്പസ്ഫുൾ കൺട്രോൾഡ് ട്രയൽസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കോസ് ആൻഡ് എഫക്റ്റ് ലിങ്ക് ചെയ്യുന്നുണ്ട് മോർ അക്യുറേറ്റ്ലി ആൻഡ് ഇൻ്റർവെൻഷൻ യൂസ്ഫുൾനെസ് ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മെയിൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റിസോഴ്സ് ഇൻറ്റൻസീവും കോസ്റ്റ്ലി ആണ്. അഡിക്കസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസേഷൻ ഡിറ്റർമിൻ ചെയ്യാതെ ഔട്ട്കമ്മിനെ മെഷർ ചെയ്യുന്നതിനെയാണ് അഡിക്കസി എന്ന് പറയാം. ഇറ്റ് വെരിഫൈ വെദർ പ്രോഗ്രാം ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് വേർ മെറ്റ്. സിമ്പിളാണ്, കൺട്രോൾ ഗ്രൂപ്പിൻ്റെ റിക്വയർമെൻ്റ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അത്രയാണ് നമുക്ക് ഇവാലുവേഷൻ ഓഫ് പബ്ലിക് ഹെൽത്തിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവാലുവേഷൻ ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോർഷൻ, മെയിൻ പർപ്പസസ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഇവാലുവേഷൻ, ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഇൻ ഹെൽത്ത് പ്രൊമോഷൻ, അതിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ, പ്രോസസ് ഇവാലുവേഷൻ, ഔട്ട്കം ഇവാലുവേഷൻ, ഇമ്പാക്റ്റ് ഇവാലുവേഷൻ, പെർഫോമൻസ് മോണിറ്ററിംഗ്, കോസ്റ്റ് എഫക്റ്റീവ് ഓർ കോസ്റ്റ് ബെനിഫിറ്റ് ഇവാലുവേഷൻ, ഇത്രയും ഇവാലുവേഷൻ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഇൻ പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാം ആണ്. പ്രോസസ് ഇവാലുവേഷൻ, ഔട്ട്കം ഇവാലുവേഷൻ, ഇമ്പാക്റ്റ് ഇവാലുവേഷൻ. എഫക്റ്റീവ് പ്രോഗ്രാം ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്ലോസിബിലിറ്റി, പ്രോബബിലിറ്റി, അഡിക്കസി. അപ്പോൾ ഇത്രയാണ് ഇവാലുവേഷൻ ഓഫ് പബ്ലിക് ഹെൽത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.